ഷാജർ ഖാൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം ഇപ്പോൾ 75 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ബിസിനസ്സിൽ നഷ്ടം വന്ന് ഇയാൾക്ക് ഉണ്ടായതായി നിങ്ങൾക്ക് അയൽവാസികൾക്കെല്ലാം അറിയാമായിരുന്നു. ആ വീടും പരിസരവും ഒക്കെ കുഴപ്പമില്ലാത്ത നിലയിലാണ് എന്ന് പറഞ്ഞാൽ ഈ കടം പ്രത്യേകിച്ച് 9 സഹോദരങ്ങൾ ജീവനോടെ ഉള്ളപ്പോൾ വേണമെങ്കിൽ വീട്ടാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പൈസ സമാഹരിക്കാവുന്നതേ ഉള്ളൂ, സൗദിയിൽ നിന്ന് ദമാമിൽ നിന്ന് റഹീമിനെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. എല്ലാം അടഞ്ഞുപോയി, ഇനി ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റില്ല, ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അവസ്ഥയിലായിരുന്നില്ലല്ലോ ആ കുടുംബം. അങ്ങനെയല്ല സാറേ, അത് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക ലയബിലിറ്റി അവർക്ക് വന്നാൽ അവർ ഫാമിലിയിലെല്ലാവരും കൂടി സഹായിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളായിരുന്നു. അത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ നമുക്ക് പറയാം എല്ലാവരും കൂടെ വിചാരിച്ചെങ്കിലും നടക്കാമായിരുന്നു എന്ന് പറയാം. അങ്ങനെയല്ല, പലരും ഈ ഇൻസിഡൻറ്റിന് വിസമ്മതിച്ചിട്ടുണ്ടാവാം. ഇവർക്ക് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് അയൽവക്കക്കാർക്ക് പോലും അറിയില്ലായിരുന്നു. ഈ കുറച്ച് നാൾ മുമ്പ് ഈ വീടും പെരയിടവും വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ 1-2 ആൾക്കാർ പറഞ്ഞിരുന്നു, ഈ വീടും പെരയിടവും വിൽക്കാൻ പോവുകയാണ്, അവർക്ക് ഇത്തിരി സാമ്പത്തിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് വിൽക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ നമ്മൾ അതും ഈ ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ അറിഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പ് അറിഞ്ഞിട്ടില്ല. ഇവർ ഇത്രയും സാമ്പത്തിക പ്രശ്നത്തിലാണെന്നും മറ്റുമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. ഈ തള്ളയ്ക്ക് സുഖമില്ല, അവർക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പോലും നമ്മൾ അയൽവക്കക്കാരറിയുന്നത് ഈ അടുത്ത സമയത്താണ്. അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെന്ന് അറിയുന്നത് പോലും. അത് ഇതിൽ യഥാർത്ഥത്തിൽ ഹലോ കേൾക്കാം ഹലോ കേൾക്കാം, പറഞ്ഞോളൂ ഷാജർ, പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ ഇതിലൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ ഏറെക്കുറെ പകുതിയിലധികം ഈ ചാനലുകളിലും മറ്റുമൊക്കെ പറഞ്ഞത് കേട്ടതുമൊക്കെ എല്ലാം കുറേ ഊഹാപോഹങ്ങളാണ്. ഇതിൻ്റെ യഥാർത്ഥ വശം ആ ഷെമി റിക്കവറായി ആ കുട്ടി, ആ ഷെമി എന്താണ് ഷെമിക്ക് പറയാനുള്ളത് അതായിരിക്കും ഏറെക്കുറെ ശരി. ഈ സാമ്പത്തിക ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഈ പയ്യനെ അലട്ടിയിരുന്നുവെങ്കിൽ അത് ഇവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ തീർക്കേണ്ടതല്ലേ? അങ്ങനെ ആയിരിക്കണ്ടേ? സാമ്പത്തികമാണ് പ്രശ്നമെങ്കിൽ ആദ്യം മറ്റൊരുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരോ മറ്റേ ആൾക്കാരോ ആരെങ്കിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മൾ അത്രയ്ക്ക് ആൾക്കാരോട് സഹകരിക്കാൻ പറ്റാത്ത പയ്യനൊന്നും അല്ലായിരുന്നു. എല്ലാവരോടും നമ്മളോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിക്കുകയും എന്നൊക്കെ ചെയ്യുമായിരുന്നു അവൻ. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ തള്ളയ്ക്ക് മാത്രമേ ഇനി പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും നമുക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഫാമിലിയിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഭവം സംഭവിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കുറച്ച് ആൾക്കാർക്ക്, അയൽവക്കക്കാർക്കാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ഊഹാപോഹങ്ങൾ പറയാനേ ഉള്ളൂ. ഇപ്പം ഇദ്ദേഹം നസ്രക്ക പറഞ്ഞ കാര്യങ്ങൾ ലൈവിൽ പുള്ളി കണ്ട കാര്യങ്ങളാണ്. മോൻ അവിടെ നിൽക്കുന്നതും അവർ പോകുന്നതും വരുന്നതും കാര്യങ്ങളും ഈ കുട്ടികളുടെ സന്തോഷത്തോടെ പന്ത് കളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അയൽവക്കക്കാർ കാണുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിലുള്ള ഒരു ഫാമിലിയിൽ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, അത്ര കേൾവി പോലും ഇല്ലാത്ത, സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൊലപാതകമാണ് നടന്നത്. അത് ഈ ഞാനുൾപ്പെടെയുള്ള നമ്മളെ അയൽവക്കക്കാർ ഇപ്പോഴും റിക്കവറായിട്ടില്ല. നമ്മളെ മക്കൾ ഇതുവരെ ഇന്നൊരു മോചിതരായിട്ടില്ല. എൻ്റെ മോനൊക്കെ ഈ ചെറിയ മോൻ്റെ കൂടെ പഠിക്കാൻ പോകുന്നതായിരുന്നു. ട്യൂഷന് ഒക്കെ അവർ രണ്ടുപേരും ഒത്തായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഇതിന് യഥാർത്ഥ വശം ആ തള്ളയ്ക്ക് ഒത്തിരി ഇത് റിക്കവറായി അവർക്ക് പറയാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ബാക്കി എല്ലാവർക്കും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള നിഗമനങ്ങൾ എന്നുള്ളതാണ് പല കാര്യങ്ങളും. ശരിയാണ് താങ്കൾ പറയുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവരിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു. അപ്പം ഇവൻ കുറേ കാലം 15 വയസ്സിൽ എലിവിഷൻ കഴിച്ച കാര്യം ഇപ്പം ഈ പ്രശ്നങ്ങളായപ്പോൾ ആൾക്കാർ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. 15 വയസ്സിൽ ഇവൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാം. കേൾക്കുന്നത് എപ്പോഴാണ്? ഓക്കെ, ഫൈൻ, മതി, മനസ്സിലായി.